എല്ലാവർക്കും ആൻജിയോൺ PSC ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലിറ്ററേച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ മോഡേൺ പോയട്രിയിലെ കുറച്ചധികം പോയറ്റ്സും അവരുടെ വർക്ക്സും ഒക്കെയാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നതാണ്. അപ്പൊ ഇത്രയും ഇവിടെ പറഞ്ഞിട്ടുള്ള കവികളെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ പറയുന്നത്. കുമാരനാശാൻ, വള്ളത്തോൾ, ഉള്ളൂർ, വൈലോപ്പിള്ളി, ജി ശങ്കരക്കുറുപ്പ്, ചങ്ങമ്പുഴ, കടമ്മനിട്ട, ONV, സുഗതകുമാരി. പിന്നെ വേറെ കുറച്ച് പോയറ്റ്സും കൂടെ ഉണ്ട് കേട്ടോ. ഇതില് മോഡേൺ പോയട്രിയിൽ അല്ലെങ്കിൽ ആധുനിക കവിതാ സാഹിത്യത്തിലേക്ക് വരുമ്പം ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്ന 3 കവികളുണ്ട്. ആധുനിക കവിത്രയം. ഈ ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്ന 3 കവികളാണ് കുമാരനാശാൻ, വള്ളത്തോൾ ആൻഡ് ഉള്ളൂർ. ഇവരെ 3 പേരെയാണ് നമ്മൾ ആധുനിക കവിത്രയം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആധുനിക കവിത്രയത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് കുമാരനാശാനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുമാരനാശാന്റെ ഫുൾ പേര് എന്ന് പറയുന്നത് എന്താണ്? N കുമാരനാശാൻ എന്നാണ്. N കുമാരനാശാൻ. അദ്ദേഹം 1873 ജനിച്ച് 1924 അദ്ദേഹം മരണമടഞ്ഞു. അദ്ദേഹത്തെ മഹാകവി കുമാരനാശാൻ എന്നാണ് അറിയപ്പെടുന്നത്. മലയാള സാഹിത്യത്തില് മഹാകാവ്യം എഴുതാതെ മഹാകവിയായ ഒരേ ഒരു വ്യക്തിയാണ് കുമാരനാശാൻ. ആ കാര്യവും കൂടി ഇവിടെ ഓർത്തിരിക്കുക. ബാക്കി എല്ലാവരും മഹാകാവ്യം എഴുതിയിട്ട് മഹാകവി ആയവരാണ്. കുമാരനാശാൻ മാത്രമാണ് മഹാകാവ്യം എഴുതാതെ ഒരു മഹാകവിയായത്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ ഏതൊക്കെയാണ്? വീണപൂവ്, ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ, കരുണ, ലീല, പിന്നെ ചിന്താവിഷ്ടിയായ സീതയുണ്ട്, നളിനി. ഇതൊക്കെ കുമാരനാശാന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. അദ്ദേഹത്തിന്റെ കാവ്യങ്ങളില് സാമൂഹിക നീതിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ കമ്പാഷനെ കുറിച്ചിട്ടും സ്ത്രീകളെ കുറിച്ചിട്ടും സ്നേഹത്തിനെ കുറിച്ചും പ്രണയത്തെ കുറിച്ചും ഒക്കെ കുമാരനാശാന്റെ ഡിഫറെന്റ് കവിതകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. കുമാരനാശാൻ ശ്രീനാരായണ ഗുരുവിനാൽ ഭയങ്കര ഇൻഫ്ലുവൻസ്ഡ് ആയ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അദ്ദേഹം SNDP യോഗത്തിന്റെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിന്റെ സെക്രട്ടറി ആയിട്ട് കൂടി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്ന ആ ഒരു തത്വചിന്തയിലൊക്കെ അതൊക്കെ പ്രൊമോട്ട് ചെയ്യാനൊക്കെ ഈ കുമാരനാശാൻ ഒരുപാട് എഫേർട്ട് ഇട്ട ഒരു വ്യക്തി കൂടിയാണ്. കുമാരനാശാന്റെ കവിതകളിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് തത്വചിന്ത നമുക്ക് കാണാൻ പറ്റും. ഗഹനമായ തത്വചിന്തകൾ നമുക്ക് കാണാൻ പറ്റും. വളരെ ഡെപ്ത് ഉള്ള ആശയങ്ങളാണ് അദ്ദേഹത്തിന്റെ കവിതകളിൽ ഉള്ളത്. അത്രയും ഡെപ്ത് ഉള്ള ആശയങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആശാൻ ആശയ ഗംഭീരൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ആശാൻ ആശയ ഗംഭീരൻ. ആയിരത്തി 1920 പല്ലനയാറ്റിൽ നടന്ന ഒരു ബോട്ട് ആക്സിഡന്റിലാണ് കുമാരനാശാൻ മരണപ്പെടുന്നത്. കുമാരനാശാന്റെ ആ ഒരു ലെഗസി കൊമമറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുമാരനാശാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾച്ചർ, അതുപോലെ മഹാകവി കുമാരനാശാൻ മെമ്മോറിയൽ എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ കേരളത്തിലുണ്ട്. അടുത്തത് വള്ളത്തോളാണ്. വള്ളത്തോളിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ എന്നാണ്. മഹാകവി തന്നെയാണ് വള്ളത്തോളും. 1878 ജനിച്ച് 1958 അദ്ദേഹം മരണമടഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ പ്രധാന വർക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ സാഹിത്യമഞ്ജരി, കൊച്ചു സീത, ചിത്രയോഗം, ശിഷ്യനും മകനും, മഗ്ദലന മറിയം. ഇതൊക്കെയാണ് ആരുടെ പ്രധാനപ്പെട്ട വർക്കുകള്? വള്ളത്തോളിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ. ഇദ്ദേഹം ഒരു ദേശീയ കവി എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് വള്ളത്തോള്. കാരണം ഇദ്ദേഹത്തിന്റെ കവിതകളിലെ നാഷണലിസം അല്ലെങ്കിൽ ദേശഭക്തി, പാട്രിയോട്ടിസം ഇതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാവ്യങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് അതിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പാടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് ഒരു ദേശീയ കവി എന്നുള്ളൊരു ലേബലിലും കൂടി വള്ളത്തോള് അറിയപ്പെടുന്നുണ്ട്.
അദ്ദേഹം ഒരുപാട് പോയങ്ങളൊക്കെ എഴുതി. അതുകൂടാതെ തന്നെ കേരളത്തിന്റെ ട്രഡീഷണൽ ആർട്സിന് അദ്ദേഹം ഒരുപാട് സംഭാവനകൾ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് 1930 കേരള കലാമണ്ഡലം അദ്ദേഹം കോ ഫൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള കലാമണ്ഡലം നമ്മളുടെ ട്രഡീഷണൽ ആർട്സ് ആയിട്ടുള്ള എന്താണ് മോഹിനിയാട്ടം, കഥകളി, ഇതിന്റെയൊക്കെ പ്രമോഷന് വേണ്ടിയിട്ട് സ്ഥാപിതമായൊരു സ്ഥാപനമാണ് നമ്മുടെ കേരള കലാമണ്ഡലം. തൃശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട് 1954. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മഹാകവി വള്ളത്തോൾ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നുണ്ട് ചെറുതുരുത്തിയില്, വിച്ച് ഈസ് ഓൾസോ ഹിസ് ബർത്ത് പ്ലേസ്. ആധുനിക കവിത്രയത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു കുമാരനാശാനെ അത്രയും ഗഹനമായ ആശയങ്ങൾ പറഞ്ഞതുകൊണ്ട് ആശാൻ ആശയ ഗംഭീരൻ എന്ന് വിളിക്കുന്നുണ്ട്. വള്ളത്തോളിനെ നമ്മൾ വിളിക്കുന്നത് വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നാണ്. എന്തുകൊണ്ടാണ് ശബ്ദസുന്ദരൻ എന്ന് വിളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പോയത്തിലേക്കൂടെയൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് വളരെ കാതിന് ഇമ്പമുള്ള അല്ലെങ്കിൽ ഭയങ്കര നൈസായിട്ട് അത്രയും ഇമ്പമുള്ള ശബ്ദങ്ങളാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് വള്ളത്തോളിന്റെ കാവ്യങ്ങളില്. അതുകൊണ്ടാണ് ശബ്ദസുന്ദരൻ എന്ന് പറയുന്നത്. ഇനി ഉള്ളൂരിലേക്ക് വരുവാണെങ്കിൽ ഉള്ളൂർ ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഉജ്ജ്വല ശബ്ദാഢ്യൻ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഉജ്ജ്വലമായ ശബ്ദങ്ങൾ, കുറച്ച് കട്ടിയുള്ള തരത്തിലുള്ള ശബ്ദങ്ങൾ ഒക്കെയാണ് ഉള്ളൂരിന്റെ കവിതകളിൽ കാണാൻ പറ്റുന്നത്. ഉള്ളൂരിലേക്ക് നമ്മൾ വരുമ്പോൾ ഉള്ളൂരിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ എന്നാണ്. 1877 ജനിച്ച 1949 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർക്കാണ് ഉമാ കേരളം. കേരളത്തിന്റെ ഒരു ഹെറിറ്റേജും കൾച്ചറും ചരിത്രവും അതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആഘോഷിക്കപ്പെടുന്ന തരത്തിലുള്ള വരികളാണ് നമുക്ക് ഉമാ കേരളത്തിൽ കാണാൻ പറ്റുക. ലിറിക്സ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നതുമാണ്. അതേപോലെ മറ്റു വർക്കുകളാണ് കർണഭൂഷണം, പിങ്കള, ഭക്തിദീപിക. അദ്ദേഹം എഴുതിയൊരു ബുക്കാണ് കേരള സാഹിത്യ ചരിത്രം, ഹിസ്റ്ററി ഓഫ് മലയാളം ലിറ്ററേച്ചർ. സോ പോയങ്ങൾ കൂടാതെ അദ്ദേഹം ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു ഗ്രന്ഥം കൂടി എഴുതിയിരുന്നു, കേരള സാഹിത്യ ചരിത്രം. അടുത്ത് നമുക്ക് ജി ശങ്കരക്കുറുപ്പിലേക്ക് പോകാം. ജി ശങ്കരക്കുറുപ്പ് അറിയപ്പെടുന്നത് മഹാകവി ജി എന്നാണ്. മഹാകവി ജി എഗെയിൻ ഒരു മഹാകവി തന്നെയാണ് ജി ശങ്കരക്കുറുപ്പും. ജി ശങ്കരക്കുറുപ്പിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡിയാണ് ആര്? ജി ശങ്കരക്കുറുപ്പ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ജ്ഞാനപീഠം കിട്ടിയത് ഒരു മലയാളിക്കാണ്. ആ മലയാളി ആരായിരുന്നു? ജി ശങ്കരക്കുറുപ്പായിരുന്നു. 1965 അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയത് ഓടക്കുഴലിന് വേണ്ടിയിട്ട് കേട്ടോ, ഓടക്കുഴൽ. ആയിരത്തി 1963 സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സൂര്യകാന്തി എന്ന് പറയുന്ന ആ ഒരു ഗ്രന്ഥത്തിന്, സൂര്യകാന്തിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. 1968 അദ്ദേഹത്തിന് പത്മഭൂഷൺ അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കുകളാണ് ഓടക്കുഴല്, സൂര്യകാന്തി നമ്മൾ പറഞ്ഞു. അതുകൂടാതെ പതികന്റെ പാട്ട്, വിശ്വദർശനം, പുഷ്പവാടി. പതികന്റെ പാട്ട്, വിശ്വദർശനം, പുഷ്പവാടി. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് കേരള ഗവൺമെന്റ് ഓടക്കുഴൽ അവാർഡ് കൊടുക്കുന്നുണ്ട്. 1968 മുതലാണ് ഈ ഓടക്കുഴൽ അവാർഡ് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തത്. അടുത്തതായിട്ട് ചങ്ങമ്പുഴയാണ്. കാൽപ്പനിക പ്രസ്ഥാനത്തിന് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വ്യക്തിയാണ് ചങ്ങമ്പുഴ. ചങ്ങമ്പുഴയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നാണ്. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള 1911 ജനിച്ച് 1948 അദ്ദേഹം അന്തരിച്ചു. വളരെ ഷോർട്ട് ലൈഫ് ആയിരുന്നു അദ്ദേഹത്തിന്റെ. ക്ഷയരോഗം ബാധിച്ചാണ് അദ്ദേഹം 40 വയസ്സ് പോലും ആകുന്നതിന് മുന്നേ അന്തരിച്ചത്.
ഒരു വൺ ഓഫ് ദ സിഗ്നിഫിക്കന്റ് റൊമാൻറ്റിക് പോയറ്റ്സ് ഇൻ മലയാളം ലിറ്ററേച്ചർ ആയിട്ട് നമുക്ക് ആരെ കാണാൻ പറ്റും? ചങ്ങമ്പുഴയെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കുകളാണ് രമണൻ, അതേപോലെ തന്നെ വാഴക്കുല, ബാഷ്പാഞ്ജലി, ദിവ്യഗീതം, ഇരുളിൽ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, പിന്നെ മനസ്വിനി. ദെൻ ആ പൂമാല എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, ആ പൂമാല. അടുത്ത് നമുക്ക് വൈലോപ്പിള്ളിയെ കുറിച്ച് നോക്കാം. വൈലോപ്പിള്ളി ശ്രീധര മേനോൻ എന്നാണ് വൈലോപ്പിള്ളിയുടെ മുഴുവൻ പേര്. 1911 മുതൽ 1985 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്ന ഒരു കവി കൂടിയാണ്. പോയറ്റ് ഓഫ് നേച്ചർ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് വൈലോപ്പിള്ളി. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകൾ നോക്കുകയാണെങ്കിൽ കന്നിക്കൊയ്ത്ത്, മകരക്കൊയ്ത്ത്, കുടിയൊഴിക്കൽ, കയ്പവല്ലരി, ഊഞ്ഞാലിന്മേൽ, മണിനാദം, ഉപഹാരം. നമുക്ക് ഇടശ്ശേരിയെ നോക്കാം. ഇടശ്ശേരിയെ കുറിച്ച് നിങ്ങൾക്ക് വേറെ ഒന്നും അറിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പൂതപ്പാട്ട് നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പൂതപ്പാട്ട്. സോ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എന്നാണ് കേട്ടോ ഇടശ്ശേരിയുടെ മുഴുവൻ പേരെന്ന് പറയുന്നത്. 1906 മുതൽ 1974 വരെയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കൃതികൾ നോക്കുകയാണെങ്കിൽ പൂതപ്പാട്ടുണ്ട്, അതുകൂടാതെ തന്നെ പുത്തൻ കലവും അരിവാളും, കറുത്ത ചെട്ടിച്ചികൾ, കൂട്ടുകൃഷി. പുത്തൻ കലവും അരിവാളും, കൂട്ടുകൃഷി, കറുത്ത ചെട്ടിച്ചികൾ. ബാലാമണി അമ്മയാണ് അടുത്തത്. മലയാള ലിറ്ററേച്ചറിന്റെ, മലയാള സാഹിത്യത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്നുണ്ട് ബാലാമണി അമ്മ. നാലപ്പാട്ട് ബാലാമണി അമ്മ എന്നുള്ളതാണ് ഫുൾ നെയിം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കൃതികൾ നോക്കുകയാണെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, മുത്തശ്ശി എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, ദെൻ മഴുവിന്റെ കഥ, പ്രഭാങ്കുരം. മഴുവിന്റെ കഥ, പ്രഭാങ്കുരം. അക്കിത്തത്തിലേക്ക് വരുമ്പം അക്കിത്തം 2020 അന്തരിച്ചത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നാണ് അക്കിത്തത്തിന്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. ഇദ്ദേഹം എന്താണ്? ഒരു ജ്ഞാനപീഠ അവാർഡ് ജേതാവാണ്. ഓക്കെ, നമ്മുടെ ലിറ്ററേച്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ജ്ഞാനപീഠ അവാർഡ് കിട്ടിയ മലയാളികൾ എന്നുള്ളത് ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പം കുറച്ചധികം ഇമ്പോർട്ടന്റ് ആവുന്നുണ്ട്. അക്കിത്തം ജ്ഞാനപീഠ അവാർഡ് വിന്നർ ആണ്. അദ്ദേഹത്തിന് 2019 എന്ത് കിട്ടിയത്? ഈ ഒരു ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത്. അങ്ങനെ ഈ ജ്ഞാനപീഠ അവാർഡ് കിട്ടുന്ന 6ാമത്തെ മലയാളി ആയിരുന്നു കേട്ടോ അക്കിത്തം. അദ്ദേഹത്തിന്റെ പ്രധാന വർക്കുകൾ നോക്കുകയാണെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, ബലിദർശനം, നിമിഷക്ഷേത്രം, അമൃതഗാഥ, കളിക്കൂട്ടി. സുഗതകുമാരി നമുക്കൊന്ന് നോക്കാം. 1934 ജനിച്ച് 2020 അന്തരിച്ചത്. പോയറ്റ് ഓഫ് കമ്പാഷൻ എന്നറിയപ്പെടുന്നുണ്ട് സുഗതകുമാരി. പ്രധാനപ്പെട്ട, അതായത് സുഗതകുമാരിയുടെ വർക്കുകളിലാണെങ്കിൽ നമുക്ക് പ്രകൃതിയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ചിട്ടും മനുഷ്യാവകാശങ്ങളെ കുറിച്ചിട്ടും കമ്പാഷനെ കുറിച്ചിട്ടും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. പ്രധാനപ്പെട്ട വർക്കുകൾ രാത്രിമഴ. ആ രാത്രിമഴ എന്ന് പറയുന്ന കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് 1978. അതുപോലെ തന്നെ അമ്പലമണി മറ്റൊരു സുപ്രധാന കൃതിയാണ്. പാതിരാ പൂക്കൾ ആൻഡ് മണലെഴുത്ത്. അടുത്തത് ONV ആണ്. ONVയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ONV കുറുപ്പ്, ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ്. ONVക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ജ്ഞാനപീഠ അവാർഡ് കിട്ടിയിട്ടുണ്ട്. എപ്പോഴാണ് കിട്ടിയത്? 2007 കിട്ടിയത്. പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുമ്പം ഉപ്പ്. ആ ഉപ്പ് എന്ന് പറയുന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതർ വർക്ക്സ് എന്ന് പറയുമ്പം
അഗ്നിശലഭങ്ങൾ, ഭൂമിക്കൊരു ചരമഗീതം, സ്വയംവരം, ഉജ്ജയിനി, കറുത്ത പക്ഷിയുടെ പാട്ട്. കറുത്ത പക്ഷിയുടെ പാട്ട്. സോ മോഡേൺ പോയട്രിയിലെ പ്രധാനപ്പെട്ട കവികളും അവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടി നമുക്ക് എന്തുണ്ട്, വേറൊരു ടോപ്പിക് ആയിട്ട് പോയറ്റ്സും അവരുടെ വർക്ക്സും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ PYQസും ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻസും ഡെയിലി ക്യൂസസും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ടെലിഗ്രാം ചാനലും ഒരു മെമ്പർ ആവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.